ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹണ്ടർ കമ്മീഷനാണ്. 176 പേജിൽ ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു. ഇത് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിൻ്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളും ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഭരണം നടത്തുമ്പോൾ ബ്രിട്ടീഷ് ഭരണം നടത്തിക്കൊണ്ടുപോകുവാൻ ആവശ്യമായിട്ടുള്ള ഗുമസ്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലർക്കുമാരെ ഇന്ത്യയിൽ നിന്ന് തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ബ്രിട്ടീഷുകാർ മുന്നോട്ട് വച്ചിരുന്നത്. അതുപോലെ തന്നെ അവരുടെ ബ്രിട്ടീഷ് കമ്പനിയിൽ അവർക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് കമ്പനിയോടൊരു വിശ്വസ്തതയും അവരോടൊരു കൂറും പുലർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ആർക്കുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ 1854 വുഡിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രേഖയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അത് 1854 അതിനുശേഷം 1882 ആ വിദ്യാഭ്യാസ രേഖയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ ഹണ്ടർ കമ്മീഷൻ, അതായത് W ഹണ്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അധ്യക്ഷനാക്കിയുള്ള കമ്മീഷനാണ് ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുകയും വേണ്ടതായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കൂ. 176 പേജിൽ ഹണ്ടർ കമ്മീഷൻ എക്സാമിനൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഹണ്ടർ കമ്മീഷൻ 1882 മുതൽ 1883 വരെയുള്ള കാലാവധിയിലാണ് ഹണ്ടർ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധ പതിപ്പിക്കുവാൻ ബ്രിട്ടീഷ് കമ്പനിക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തെ കാര്യം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം നടത്തിക്കൊണ്ടുപോകുന്നതിനാവശ്യമായ ഗുമസ്തന്മാരെ ഇന്ത്യയിൽ നിന്ന് തന്നെ വാർത്തെടുക്കുക. അതായത് കമ്പനിയിലെ ക്ലർക്ക് ജോലിയൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ ജോലിക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യമുണ്ടായിരുന്നത്. രണ്ടാമത്തത്, ഇങ്ങനെ ജോലി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയോട് കൂറും വിശ്വസ്തതയും പുലർത്തുന്ന അഭ്യസ്ത വിദ്യരുടെ ഒരു വിഭാഗത്തെ ഇന്ത്യയിൽ വാർത്തെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. അഭ്യസ്ത വിദ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗത്തിനെ, കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. 1854 നടപ്പിലാക്കിയ വുഡിൻ്റെ വിദ്യാഭ്യാസ രേഖാ പദ്ധതി വന്നതിന് ശേഷം വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതിയെ വിലയിരുത്തുവാൻ വേണ്ടിയിട്ടാണ് 1882 ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. W ഹണ്ടർ എന്ന് പറയുന്ന വ്യക്തി അധ്യക്ഷനായുള്ള ഒരു കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ എന്നാൽ എപ്പോഴൊക്കെ നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓരോ ആളുകളെ നിയമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ നിയമിക്കുമ്പോൾ അതിൻ്റെ നേതാവ് ആരാണോ അവരുടെ പേര് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ആ കമ്മീഷൻ അറിയപ്പെടുക. അപ്പോൾ നമ്മൾ ഖാദർ കമ്മീഷൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് വിദ്യാഭ്യാസ പദ്ധതി, ഇപ്പോൾ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതി അതിൽ മാറ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് രാവിലെ 10 മണിക്കാണല്ലോ ഇപ്പോൾ സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്, അത് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മണി വരെ ആക്കണം എന്ന് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ 10 മണി മുതൽ 4 മണി വരെയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വിദ്യാഭ്യാസ രേഖയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഖാദർ എന്ന് പറയുന്ന വ്യക്തിയെ അധ്യക്ഷനാക്കിയുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഖാദർ അധ്യക്ഷനായതുകൊണ്ട് അതിനെ എന്ത് പറയപ്പെടുന്നു? ഖാദർ കമ്മീഷൻ എന്ന് പറയുന്നു. ഇതേപോലെ W ഹണ്ടർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല ഒരു ഓഫീസറെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അധ്യക്ഷനായി നിയമിച്ചത്. അതുകൊണ്ട് ഇതിനെ ഹണ്ടർ കമ്മീഷൻ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തെപ്പറ്റി പഠിക്കുവാനും ശുപാർശകൾ നടപ്പിലാക്കുവാനും വേണ്ടിയിട്ട് ഹണ്ടർ കമ്മീഷന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു.
ഇനി ഹണ്ടർ കമ്മീഷൻ മുന്നോട്ട് വച്ചിരുന്ന കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഒന്നാമത്തത്, പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കും വ്യാപനത്തിനും ഗവൺമെൻറ് പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് ഹണ്ടർ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കും വ്യാപനത്തിനും ഗവൺമെൻറ് പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. എന്താ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി, നമ്മൾ LP സ്കൂൾ അല്ലേ, അതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് വരുന്നത്. പിന്നെ അതിന് ശേഷമേ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അതായത് ആ കാലഘട്ടങ്ങളിൽ അക്ഷരങ്ങൾ വായിക്കുവാനുള്ള അല്ലെങ്കിൽ എഴുത്ത് വായന തുടങ്ങിയ കാര്യങ്ങൾ മുതൽ ആ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഏറ്റവും താഴേക്കടയിലുള്ള ഭാഗങ്ങൾക്ക് ശ്രദ്ധ കൂടുതൽ ചെലുത്തണം. എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസമുള്ള ആളുകളെ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരു വിഭാഗത്തിനെ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പുരോഗതിക്കും വ്യാപനത്തിനും വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. രണ്ടാമത്തെ കാര്യം, പ്രാഥമിക വിദ്യാലയങ്ങളുടെ നടത്തിപ്പ് പ്രാദേശിക സമിതികളെ ഏൽപ്പിക്കണം. അത് ബ്രിട്ടീഷ് കമ്പനി ഏറ്റെടുക്കരുത്. പ്രാഥമിക വിദ്യാഭ്യാസം, അതായത് നമ്മളെ വീടിൻ്റെ ഒക്കെ തൊട്ടടുത്ത് എന്തുണ്ടായിരിക്കും, LP സ്കൂളുകളും UP സ്കൂളുകളും ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഒരു പഞ്ചായത്തിൽ തന്നെ ധാരാളം LP UP സ്കൂളുകൾ ഉണ്ടായിരിക്കും. അതെങ്ങനെ വരുന്നത്? ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ് മുമ്പേ നടപ്പിലാക്കിയൊരു കാര്യമാണ്. ഈ പ്രാഥമിക LP സ്കൂളുകളുടെയൊക്കെ അധികാരങ്ങൾ അതാത് പ്രാദേശിക സമിതികൾക്കാണ് നൽകേണ്ടത്. അതൊരിക്കലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കരുത്. അതായത് നമുക്ക് ആദ്യ ഭാഷ, നമ്മൾ പ്രാദേശിക ഭാഷയാണ് കുട്ടികൾ ആദ്യം പഠിക്കേണ്ടത്, എന്നിട്ടേ പിന്നെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് കടക്കാവൂ എന്നാണ് ഹണ്ടർ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത് എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം, പ്രാഥമിക വിദ്യാലയങ്ങളുടെ നടത്തിപ്പ് പ്രാദേശിക സമിതികളെ ഏൽപ്പിക്കണം. മൂന്നാമത്തത്, പ്രാഥമിക വിദ്യാഭ്യാസം നാട്ടുഭാഷയിലായിരിക്കണം. പ്രാഥമിക വിദ്യാഭ്യാസം നാട്ടുഭാഷയിൽ, അതായത് ഇന്ത്യയിലെ മൊത്തം കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാള ഭാഷയായിരിക്കണം LP സ്കൂളുകളിലൊക്കെ വരേണ്ടത്. അതുപോലെ ഒരു തമിഴ്നാടാണെങ്കിൽ തമിഴ് ഭാഷ, കർണാടകയിലാണെങ്കിൽ കന്നഡ അല്ലേ, അങ്ങനെ സംസ്ഥാനങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം എപ്പോഴും നാട്ടുഭാഷയിലായിരിക്കണം. പിന്നെ മറ്റൊന്ന്, എയ്ഡഡ് സ്കൂളുകൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കുള്ള തുല്യമായ അംഗീകാരം നൽകണം. എയ്ഡഡ് സ്കൂളുകൾക്കും ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും ഒരേ അംഗീകാരം നൽകണം. ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സ്കൂളുകൾ ഒന്നുകിൽ ഗവൺമെൻറ് ആയിരിക്കും അല്ലെങ്കിൽ എയ്ഡഡ് ആയിരിക്കും. രണ്ടിൽ പഠിച്ചു കഴിഞ്ഞാലും ഗവൺമെൻറ്റിൻ്റെ അതേ ഒരു അംഗീകാരം തന്നെയാണ് എയ്ഡഡ് സ്കൂളുകൾക്കും വരുന്നത്. അപ്പോൾ അത് ആ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നടപ്പിലാക്കിയ ഒരു ഗുണം ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, അനുഭവിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില ഗുണങ്ങളും ബ്രിട്ടീഷുകാരെ കൊണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം വേറെ ആയിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നാലാമത്തെ കാര്യം, എയ്ഡഡ് സ്കൂളുകൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് തുല്യമായ അംഗീകാരം നൽകണം. അഞ്ചാമത്തത്, സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ പഠന പദ്ധതിയിൽ 2 തലങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തത് അക്കാദമിക് വിദ്യാഭ്യാസവും രണ്ടാമത്തത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും. അതായത് സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈസ്കൂൾ ഉണ്ടല്ലോ, LP UP ഹൈസ്കൂള്. അപ്പോൾ ഈ ഹൈസ്കൂളിൻ്റെ കാലഘട്ടങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അക്കാദമിക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നടത്തുന്ന പഠനങ്ങളുണ്ടല്ലോ, അതാണ് 10 ക്ലാസ് വരെയൊക്കെ നടത്തുന്ന പഠനമാണ് അക്കാദമിക് വിദ്യാഭ്യാസം. അതിനോടൊപ്പം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകണം. നമ്മൾ കൈത്തൊഴിലുകൾ ITI ഒക്കെ ഉണ്ടല്ലോ, അതേപോലെയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടെ വരണം. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ടെക്നിക്കൽ സ്കൂളുകളൊക്കെ ഉണ്ട്, പക്ഷെ വളരെ കുറച്ച് സ്കൂളുകളെ വരുന്നുള്ളൂ. ഇപ്പോൾ ഈ വർഷം മുതൽ എടുത്ത് കളഞ്ഞു എന്നൊരു സംശയമുണ്ട്, ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ അതിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്യാം. അതായത് 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടെ ഇവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള അറിവും, അതായത് ചെറിയ കൈത്തൊഴിലുകളൊക്കെ ഇവർക്ക് പഠിക്കുവാൻ പറ്റുമെന്നർത്ഥം. അപ്പോൾ അഞ്ചാമത്തെ കാര്യം, സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ പഠന പദ്ധതിയിൽ 2 തലങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തത് അക്കാദമിക് വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കണം. ഇനി മറ്റൊന്ന് പറയുന്നത്, പ്രസിഡൻസി നഗരങ്ങൾക്കു പുറമെ സ്ത്രീ വിദ്യാഭ്യാസം
വ്യാപിപ്പിക്കണമെന്ന് കമ്മീഷൻ ശുപാർശ നൽകി. പ്രസിഡൻസി നഗരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നഗരങ്ങളെയാണ് പ്രസിഡൻസി നഗരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊച്ചി, അതുപോലെ കോഴിക്കോട്, അങ്ങനെയുള്ള വലിയ നഗരങ്ങളുണ്ടല്ലോ, അവയെയാണ് പ്രസിഡൻസി നഗരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നഗരങ്ങൾക്ക് പുറമെ ഒരു പട്ടണപ്രദേശങ്ങളിലേക്കും സ്ത്രീ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കണം. അല്ലെങ്കിൽ ഒന്നുകൂടെ താഴേക്ക് പോരാണെങ്കിൽ ഗ്രാമങ്ങളിലേക്കും സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഹണ്ടർ കമ്മീഷൻ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് ഹണ്ടർ കമ്മീഷൻ്റെ ശുപാർശകൾ, അല്ലെങ്കിൽ ഈ കമ്മീഷൻ മുന്നോട്ട് വച്ചിരുന്ന കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 177-ാമത്തെ പേജിൽ ഹൗ ഡിഡ് ദ ഇംഗ്ലീഷ് അറ്റൈൻ സൂപ്രമസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇംഗ്ലീഷുകാർ എപ്രകാരമാണ് ആധിപത്യം സ്ഥാപിച്ചത്. അതായത് 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ മുഗൾ സാമ്രാജ്യം തകർന്നു പോയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ന്യൂനതയും അസ്ഥിരതയും ബംഗാൾ, ഹൈദരാബാദ്, അവധ്, പഞ്ചാബ്, മറാത്ത തുടങ്ങിയ സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അതായത് മുഗൾ സാമ്രാജ്യ ഭരണത്തിന് ശേഷമാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ ന്യൂനതയും അസ്ഥിരതയും ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള ബംഗാൾ, ഹൈദരാബാദ് തുടങ്ങിയ പ്രദേശങ്ങളെ സാമ്രാജ്യങ്ങൾ ഉയർച്ച അല്ലെങ്കിൽ വളർച്ച ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ പ്രാദേശിക ശക്തികൾക്ക് ഒരു സുസ്ഥിരമായ രാഷ്ട്രീയ സ്ഥിരത കൊണ്ടുവരുവാൻ സാധിച്ചില്ല. നാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ പ്രാദേശികപരമായിട്ട് പലപ്പോഴും പിന്നോക്കമാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടെ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിന് സഹായകമായത്. അതായത് പല രാജാക്കന്മാരും വളർന്നു പോയി എങ്കിലും താഴേക്കിടയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാദേശികപരമായി നോക്കുമ്പോൾ അവർ പരസ്പരം ഒരു ഒത്തൊരുമയില്ലാതെയാണ് പോയിരുന്നത്. ഇത് ബ്രിട്ടീഷുകാർ മുതലെടുക്കുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് അത് അവർക്ക് സഹായകമാവുകയും ചെയ്തു. ഇന്ത്യയെ ഭരിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള സംവിധാനങ്ങളും ബ്രിട്ടീഷ് കമ്പനി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ദത്താവകാശ നിരോധന നയമായിരുന്നു. ദത്തവകാശം, അതായത് രാജാക്കന്മാർക്ക് ദത്തെടുക്കുവാൻ പാടില്ല, അല്ലെങ്കിൽ ദത്തെടുത്ത രാജാക്കന്മാരാണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ രാജാക്കന്മാരുടെ പിന്തുടർച്ചാവകാശികളായിട്ട് വരുമല്ലോ, അത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വെറൊരു പെൺമക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാജാക്കന്മാരെന്ത് ചെയ്യും, അധികാരം പുറത്തേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവർ കുട്ടികളെയൊക്കെ ദത്തെടുക്കും, എന്നിട്ട് പിൻഗാമികളാക്കി പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ പല രാജാക്കന്മാരും അവരുടെ മക്കളായിരിക്കും അവരുടെ പിൻഗാമികളായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ദത്തവകാശ നിരോധന നയം ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കി. അതുകൊണ്ട് എന്തായി, രാജാക്കന്മാർക്കുള്ള പിന്തുടർച്ചാവകാശങ്ങൾ നഷ്ടപ്പെട്ടു. മറ്റൊന്നായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. അതായത് ബ്രിട്ടീഷ് സൈന്യം ഈ രാജാക്കന്മാരെ അവരുടെ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സഹായിക്കും. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, രാജാവിൻ്റെ കീഴിൽ സൈനികർ ഉണ്ടാകുവാൻ പാടില്ല. നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കണം. അപ്പോൾ ഇങ്ങനെ സൈനിക സഹായ വ്യവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത്തത് ദത്തവകാശ നിരോധന നയം, രണ്ടാമത്തത് സൈനിക സഹായ വ്യവസ്ഥ. അതുപോലെ തന്നെ ഇന്ത്യയിലെ രാജാക്കന്മാരുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ. രാജാക്കന്മാരുമായിട്ട് എന്ത് ചെയ്യുന്നു, നയതന്ത്ര ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജാക്കന്മാർ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് ഭരണകർത്താക്കൾ തമ്മിലോ ഏർപ്പെടുന്ന കരാറുകളെയാണ് നമ്മൾ നയതന്ത്ര ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇന്ത്യയിലെ രാജാക്കന്മാരുമായി ബ്രിട്ടീഷ് കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി നയതന്ത്ര ബന്ധങ്ങളിൽ ഏർപ്പെടുകയും അത് മുഖേന പല പ്രദേശങ്ങളും ബ്രിട്ടീഷ് ഗവൺമെൻറ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെയാണ് അവർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 177-ാമത്തെ പേജിൽ 9-ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ആൻഡ് ബൈ ഹൂം വാസ് ദ റെഗുലേറ്റിംഗ് ആക്ട് പാസ്ഡ്
എക്സാമിൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ച് ബ്രോഡ് അബൌട്ട് ബൈ ദിസ് ആക്ട്. ക്രമീകരണ നിയമം പാസ്സാക്കിയത് എന്നാണ്. ക്രമീകരണ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാണ് പാസ്സാക്കിയത്. ഈ നിയമത്തിൻ്റെ ഫലമുണ്ടായ ഭരണപരമായ മാറ്റങ്ങൾ വിശകലനം ചെയ്യുക. ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ നടത്തിക്കൊണ്ടിരുന്ന അഴിമതിയും ദുർഭരണവും തടയുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇടപെടണമെന്ന് ഇംഗ്ലണ്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെടുവാൻ തുടങ്ങി. അതായത് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഭരണം നടത്തിയിരുന്നത്. അവരുടെ ആരംഭം എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. ഇതുകൊണ്ട് ഇവർ ഇന്ത്യയിലായതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ മേൽനോട്ടം ഇല്ലാതിരിക്കുകയും അതുവഴി അഴിമതിയും ദുർഭരണവും നടത്തുന്നതായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിന് അറിവ് ലഭിക്കുകയും ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇതിൽ ഇടപെടണമെന്ന് ഇംഗ്ലണ്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കമ്പനി ഭരണത്തിൽ ഇടപെടണമെന്നുള്ള പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് കമ്പനി 10 ലക്ഷം പവൻ്റെ വായ്പ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇവരെക്കുറിച്ച്, ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് കമ്പനിയെക്കുറിച്ച് പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് 10 ലക്ഷം പവൻ്റെ വായ്പ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് കമ്പനി ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതോടുകൂടെ കമ്പനിയെ നിയന്ത്രിക്കണമെന്ന മുറവിളി ശക്തമായി, എതിർപ്പ് എന്ത് ചെയ്തു? ഒന്നുകൂടെ ശക്തമായി. ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൻ്റെ ഒരു സെലക്ട് കമ്മിറ്റിയെയും ഗവൺമെൻറ് ഒരു രഹസ്യ കമ്മിറ്റിയെയും നിയമിച്ചു. അതായത് പാർലമെൻറ്റ് പൊതുവായി തെരഞ്ഞെടുത്ത ഒരു സെലക്ട് കമ്മിറ്റിയും അതുപോലെ തന്നെ ഗവൺമെൻറ് ഒരു രഹസ്യമായിട്ടുള്ള ഒരു കമ്മിറ്റിയെയും ഇന്ത്യയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. 1773 ഇരു കമ്മിറ്റികളുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി. ഈ നിയമമാണ് ക്രമീകരണ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എക്സാമിന് ചോദിക്കെ 1773 ഈ നിയമം വരുന്നത്. ക്രമീകരണ നിയമം പാസ്സാക്കുന്നത് 1773 കേട്ടോ. 1773 ഇരു കമ്മിറ്റികളുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി. ഈ നിയമമാണ് ക്രമീകരണ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന സമിതിയുടെ ഘടനയിൽ ക്രമീകരണ നിയമം ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. എന്തൊക്കെയായിരുന്നു മാറ്റങ്ങൾ? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തു വെക്കണം, ഇവർ ഇന്ത്യയിലാണ് ഭരണം നടത്തുന്നത്. ഇവരുടെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തത്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാക്കി. പിന്നെ മറ്റൊന്ന്, ഇന്ത്യയിലെ ഭരണപരവും സൈനികവും ധനകാര്യ സംബന്ധവുമായ എല്ലാ രേഖകളും കമ്പനി ഡയറക്ടർമാർ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് സമർപ്പിക്കണം. രണ്ടാമത്തത്, ഇന്ത്യയിലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, സൈനികപരമായ കാര്യങ്ങൾ, ധനകാര്യപരമായ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കമ്പനി ഡയറക്ടർമാർ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് സമർപ്പിക്കണം. അപ്പോഴാണല്ലോ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് വളരെ കൃത്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിന് അറിയുകയുള്ളൂ. ഇങ്ങനെ ബംഗാളിലെ ഗവർണർ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളുടെയും ഗവർണർ ജനറലായി മാറി. ബംഗാളിലെ ഗവർണർ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള മുഴുവൻ പ്രദേശങ്ങളുടെയും ഗവർണർ ജനറൽ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി ഇതിന് ശേഷമാണ് ഒരു ഏകീകരണം കൊണ്ടുവരുന്നത്. മദ്രാസിലെയും ബോംബെയിലെയും ഗവർണർമാർ ഭരണം, നികുതി പിരിവ്, കമ്പനിയുടെ താൽപ്പര്യങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി ഗവർണർ ജനറലിന് അയച്ചു കൊടുക്കണം. ഇപ്പം എന്ത് ചെയ്തു? ഏറ്റവും ടോപ്പ് ലെവലിൽ ആര് വന്നു? ഗവർണർ ജനറൽ വന്നു. അതിൻ്റെ താഴെയാണ് ഗവർണർമാർ. ഓരോ ഗവർണർമാരും അവരുടേതായ പ്രദേശങ്ങളിലുള്ള ഭരണം, നികുതിപ്പിരിവ്,
കമ്പനിയുടെ താൽപ്പര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഗവർണർമാർ അവരുടെ മുകളിലുള്ള ഗവർണർ ജനറലിന് കൈമാറണം. യൂറോപ്യന്മാരെ സംബന്ധിച്ച കേസുകൾ വിചാരണ ചെയ്യുന്നതിന് കൽക്കത്തയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കണം. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ, കമ്പനി പട്ടാളങ്ങൾ, ഉദ്യോഗസ്ഥന്മാരൊന്നും ഒരു തെറ്റും ചെയ്തു കഴിഞ്ഞാൽ ഒരു കോടതിയും വിചാരണ ഒന്നും നടത്തിയിരുന്നില്ല. പിന്നീടാണ് ഇവർക്ക് കൊൽക്കത്തയിൽ യൂറോപ്യന്മാരെ സംബന്ധിച്ച കേസുകൾ വിചാരണ ചെയ്യുന്നതിന് പ്രത്യേക കോടതി സ്ഥാപിക്കുകയും അതിനു വേണ്ടിയിട്ട് കൽക്കത്തയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കുവാനും തീരുമാനിച്ചു. ഇനി കമ്പനി ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിയും പാരിതോഷികവും സ്വീകരിക്കുന്നതും ഈ നിയമം വഴി കർശനമായി വിലക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ നിയമം, ക്രമീകരണ നിയമം പാസ്സാകുന്നത് വരെ നിയമപരമായിട്ടും അവർക്ക് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലൊന്നും നിയമപരമായി നേരിടേണ്ട അവസ്ഥകളൊന്നും സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കൈക്കൂലിയും പാരിതോഷികവുമൊക്കെ ധാരാളം വാങ്ങാമായിരുന്നു. അതൊന്നും വിചാരണ ചെയ്യുന്നില്ല. പക്ഷേ ക്രമീകരണ നിയമം വന്നതിന് ശേഷം ഈ കാര്യത്തിലൊക്കെ എന്ത് ചെയ്തു, മാറ്റങ്ങൾ വന്നു. പുറത്തുവെക്ക ക്രമീകരണ നിയമം നടപ്പിലാക്കിയതെന്നാണ് 1773. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യനാണ്. 178ാമത്തെ പേജിൽ അനലൈസ് ദ പ്രൊവിഷൻ ഫോർ പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ടിലെ വ്യവസ്ഥകൾ വിശകലനം ചെയ്യുക. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ക്രമീകരണ നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്രമീകരണ നിയമത്തിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരുന്നത്. അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിർബന്ധിതമാവുകയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ് 1784 കൊണ്ടുവന്ന നിയമമാണ് പിറ്റ് ഇന്ത്യ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ക്രമീകരണ നിയമത്തിലെ ന്യൂനതകൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് പിറ്റ് ഇന്ത്യ നിയമം കൊണ്ടുവരുന്നത്. പിറ്റ് എന്ന് പറയുന്നത് ആരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു വില്യം പിറ്റ്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് കൊണ്ടാണ് ഈ നിയമത്തിനെ പിറ്റ് ഇന്ത്യ നിയമം എന്ന പേരിൽ അറിയപ്പെട്ടത്. വർഷം ഏതാണ്? 1784. അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ് 1784 കൊണ്ടുവന്ന ഈ നിയമം പിറ്റിൻ്റെ ഇന്ത്യ നിയമം എന്ന പേരിൽ അറിയപ്പെട്ടു. അതായത് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത് കമ്പനി ഭരണം നടത്തിയിരുന്ന ഡയറക്ടർമാരുടെ സമിതിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് 6 കമ്മീഷണർമാർ അടങ്ങുന്ന ഒരു നിയന്ത്രണ സമിതി രൂപീകരിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ഡയറക്ടർമാരുടെ സമിതിയെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലുള്ള സമിതിയെ അല്ലെങ്കിൽ ഡയറക്ടർമാരെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടാണ് 6 കമ്മീഷണർമാർ അടങ്ങുന്ന ഒരു നിയന്ത്രണ സമിതിയെ രൂപീകരിച്ചത്. ഇത് രാഷ്ട്രീയവും സൈനികവുമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് 3 ഡയറക്ടർമാർ ഉൾക്കൊള്ളുന്ന ഒരു രഹസ്യ കമ്മിറ്റിയും രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു കമ്മിറ്റിയും അതുപോലെ തന്നെ രഹസ്യമായിട്ടുള്ള 3 ഡയറക്ടർമാർ അടങ്ങുന്ന മറ്റൊരു കമ്മിറ്റിയും ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ ഭരണത്തിൽ പിറ്റിൻ്റെ ഇന്ത്യ നിയമം സാരമായ അല്ലെങ്കിൽ വലിയ ഭേദഗതികൾ കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഇന്ത്യയിലെ ഭരണത്തിൽ കമ്പനി വലിയ രീതിയിലുള്ള അഴിമതി നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണം വന്നതോടുകൂടെയാണ് ഈ ക്രമീകരണ നിയമം പാസ്സാക്കുകയും ഈ ക്രമീകരണ നിയമത്തിലെ ന്യൂനതകൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് പിറ്റ് ഇന്ത്യ നിയമം പാസ്സാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ പിറ്റ് ഇന്ത്യ നിയമം വലിയ ഭേദഗതികളാണ് വരുത്തിയത്. ഇതിൽ ഗവർണർ ജനറലിൻ്റെ കൗൺസിലിലെ അംഗസംഖ്യ 4-ൽ നിന്ന് 3 കുറച്ചു. ഒന്നാമത്തത് ഗവർണർ ജനറലിൻ്റെ കൗൺസിലിലെ അംഗസംഖ്യ 4-ൽ 3 കുറച്ചു. അതായത് പരമാവധി ഉദ്യോഗസ്ഥരെ കുറക്കുവാനുള്ള ശ്രമം വരുന്നത്, അതായത് ഈ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ യുദ്ധം, നയതന്ത്രം, നികുതി മുതലായ കാര്യങ്ങൾ ബോംബെ, മദ്രാസ് പ്രസിഡൻസികൾ ബംഗാൾ പ്രസിഡൻസിയുടെ നിയന്ത്രണത്തിലാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബംഗാളിലാണ് ഗവർണർ ജനറൽ ഉള്ളത്. അതിൻ്റെ താഴെയുള്ള ബോംബെ, മദ്രാസ്
ആ രണ്ട് പ്രദേശങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് പ്രസിഡൻസികളും ബംഗാൾ പ്രസിഡൻസിയുടെ അല്ലെങ്കിൽ ബംഗാൾ ഗവർണർ ജനറലുടെ കീഴിലാക്കി കൊണ്ടുവന്നു. ഇങ്ങനെ ഇത്തരത്തിൽ പിറ്റിൻ്റെ ഇന്ത്യ നിയമം കമ്പനിയെ പരിപൂർണമായിട്ടും ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. അതായത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കമ്പനിക്ക്, അതായത് ബ്രിട്ടീഷ് കമ്പനിക്ക് ഇന്ത്യയിലൊരു സ്വതന്ത്രമായ ഭരണം നടത്തുവാൻ സാധിച്ചിരുന്നു. പക്ഷേ ഈ ക്രമീകരണ നിയമവും പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നതോടുകൂടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ പരിപൂർണമായിട്ടുള്ള പ്രവർത്തനം, നിയന്ത്രണമൊക്കെ ആരുടെ കീഴിൽ വന്നു? ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ കീഴിൽ പൂർണ്ണമായിട്ടും അവരുടെ നിയന്ത്രണ വിധേയമാവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ വർഷങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയതാരാണ്? വില്യം പിറ്റാണ്. വർഷമേതായിരുന്നു? 1784. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ഭാഗങ്ങളൊക്കെ കേൾക്കണം, നോട്ട്സുകൾ എഴുതിയെടുക്കുക. പിന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യണം? പ്രത്യേകം നോട്ട് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ശരി.